ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മാങ്ങ വരട്ടിയതാണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങയാണ്. ഒത്തിരിയും ഇതുപോലെ എല്ലാ ദിവസവും വീണ് കിട്ടാറുണ്ട് കേട്ടോ. ഇത് നാട്ടുമാങ്ങയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാ ദിവസവും ഇതുപോലെ ഇങ്ങനെ കിട്ടും. നമ്മളിത് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും, അല്ലെങ്കിൽ പുളിശ്ശേരിയൊക്കെ തയ്യാറാക്കാൻ കേട്ടോ പതിവ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് വരട്ടിയെടുക്കാമെന്ന്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ് ദേ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാങ്ങ വരട്ടിയത് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഈ ഒരു അളവിലാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഇനി മാങ്ങ നെയ്യിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 5 മിനിറ്റൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പോഴേക്കും നല്ല പോലെ ഒന്ന് പാകത്തിനായി കിട്ടും കേട്ടോ. ഇത് കുറച്ചധികം നാരുള്ള ടൈപ്പ് മാങ്ങയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് ഈ കയ്യിൽ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഇത് പാകത്തിനായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയും അളവിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ മാങ്ങയെല്ലാം ഈ ശർക്കര പാനിയിൽ നല്ല പോലെ മുങ്ങിക്കിടക്കുന്ന ഒരളവിലാണ് കേട്ടോ നമ്മളിത് ചേർത്തിട്ടുള്ളത്. ഇതൊന്ന് നല്ല പോലെ തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം തുടർച്ചയായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. നമ്മളിതിൽ ശർക്കര ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞ് അടിയിൽ പിടിക്കും. അതുകൊണ്ടാണ് കേട്ടോ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മാങ്ങയൊക്കെ നല്ല പോലെ ഒന്ന് തിക്കായി വന്നു തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് വീണ്ടും ഒരല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചക്കയൊക്കെ വരട്ടി വെക്കുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ ഇതും ചെയ്തെടുക്കുന്നത്. ഇതിങ്ങനെ ചെയ്ത് വെച്ചാൽ കുറച്ചധികം ദിവസം കേടാകാതെ ഇരുന്നോളൂ കേട്ടോ. ഇതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഈ ചട്ടിയിൽ നിന്ന് ഒരുപോലെ ഇങ്ങനെ വിട്ട് വരുന്നൊരു പാകത്തിലെത്തുമ്പോഴേക്കും നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് വീണ്ടും ഇളക്കി കൊടുക്കാം. നമുക്കുണ്ടല്ലോ മാങ്ങ കട്ട് ചെയ്യാതെ മാമ്പഴവും ഇതുപോലെ തന്നെ വരട്ടിയെടുത്ത് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അതിൽ ഏലക്കപ്പൊടി ആഡ് ചെയ്യേണ്ട, ശർക്കരയും നെയ്യും കൂടി മാത്രം ചേർത്തിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒത്തിരി നാൾ കേടാകാതിരിക്കും കേട്ടോ. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്ത് വെക്കാറുള്ളത്. മാമ്പഴത്തിൻ്റെ സീസണൊക്കെ കഴിയുമ്പോൾ നമുക്ക് മാമ്പഴ പുളിശ്ശേരിയൊക്കെ കഴിക്കാൻ കൊതിയൊക്കെ തോന്നുന്ന ഒരു സമയത്ത് അതിൽ നിന്ന് എടുത്ത് തയ്യാറാക്കാം കേട്ടോ. ഇതുണ്ടോ മാങ്ങയൊക്കെ ഇപ്പോൾ കറക്റ്റ് പാകത്തിനായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഇതുപോലെ ഇങ്ങനെ എടുക്കുമ്പോൾ ടൈറ്റായിട്ട് ഇരിക്കണം കേട്ടോ. എന്നാലാണ് ഇതിൻ്റെ പാകമായി എന്ന് പറയാം. അപ്പോൾ നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വയ്ക്കാം. കുറച്ച് സമയം ഈ ചട്ടിയിലിരുന്ന് വീണ്ടും ഇതൊന്നും കൂടി ടൈറ്റായി വരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.